പിറ്റേ ദിവസം രാവിലെ അത്യാവശ്യം വെയിലും ചൂടുള്ള സമയം ഞങ്ങൾ ഇതാ ഇറങ്ങുന്നു ധനുഷ്കോടിയിലേക്ക്. ധനുഷ്കോടി ഇറങ്ങാണ് നല്ല നാട്ടുച്ച വെയിലത്ത്. സിബ്രജോസ് ഇറങ്ങ്, ഞാനിരിക്കും ഇറങ്ങ്. ഞാനെല്ലാം ഇരിക്കണ്ടേ? എടാ എനിക്ക് വീഡിയോ എടുക്കാൻ. ശരിടാ. ആർക്കാന്ന് നിന്റെ വീഡിയോയും നീയും. ഓ ഞാൻ വീണ്ടും പിന്നിക്ക് ഗൈസ്. ഞങ്ങൾ ഇറങ്ങിയ സമയം ശരിയല്ലായിരുന്നു ഗൈസ്. എനിക്ക് സ്ക്രീൻ പോലും കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? കറക്റ്റ് നട്ടുച്ചല്ലോ 8:30. എന്റെ പൊന്ന്, ഈ ചൂട്ടത്ത് ഇറങ്ങിയപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ആസ്വദിക്കാൻ പറ്റത്തില്ലെന്ന്. പിന്നെ ധനുഷ്കോടി കാണണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് ഞങ്ങൾ ഇറങ്ങി. ഈ പൊരിഞ്ഞ വെയില് കാരണം ഞങ്ങൾക്ക് ആ പൊളിഞ്ഞ റെയിൽവേ സ്റ്റേഷൻ ഒന്നും കാണാൻ പറ്റിയില്ല. എങ്ങനെയും കാറിൽ കയറി AC ഇട്ടിരുന്നാ മതിയെന്നായി. ഡെസ്പറേറ്റ് ട്രൈ. ഞാൻ തുപ്പല നിറക്കാണോ? ഞാനൊരു കാര്യം തീരുമാനിച്ചു. അടുത്ത പ്രാവശ്യം ബൈക്കിൽ വരാം. 6 മണിക്ക് ക്ലോസ് ചെയ്യാനോളം മുന്നായിട്ട് കയറാം. ആ ബീച്ചിന്റെ സീനിക് വ്യൂ എൻജോയ് ചെയ്ത ഒരു റൈഡ്, പിന്നെ ആ ബീച്ച് സൈഡില് പാട്ടും കേട്ടിരുന്ന് കുറച്ച് നേരം ഒന്ന് വൈബ് ചെയ്യുക. ധനുഷ്കോടി അതിന്റെ ഫുൾ ഗ്ലോറിയിൽ ആസ്വദിക്കുക, മടങ്ങാം. അതാണ് പ്ലാൻ.